നമസ്കാരം, ഞാൻ രാഖി അനുപ്രസാദ്. ഞാൻ ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം പ്രശസ്ത എഴുത്തുകാരിയും സംവിധായകയുമായ പ്രിയ ചേച്ചിയുടെ ഒരു ഡായമക്കൈ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞ ദിവസം കാണാനിടയായി. ആ ഒരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടവും അതിലപ്പുറം നമ്മളെ ഏതോ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഫീലും എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളിൽ കൂടി ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് കരുതിയാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പ്രിയ ഷൈൻ എന്ന് പറയുന്ന സംവിധായകയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 78ഓളം ഷോർട്ട് ഫിലിം, ക്യാൻസർ രോഗത്തിനോട് പടപൊരുതി 78ഓളം ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ഒരുപാട് എഴുത്തുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരുപാട് സാഹിത്യ ലോകത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്തൊരു വ്യക്തിയാണ് പ്രിയ ചേച്ചി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അസുഖത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു ഷോർട്ട് ഫിലിം, ഈ ഒന്നല്ല ഇത്രയും നാൾ ചെയ്ത ഷോർട്ട് ഫിലിമുകളിലെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ അസുഖത്തെ പോലും അവർ വെല്ലുവിളിച്ചുകൊണ്ട് കലയാണ് എൻ്റെ മരുന്ന്, കലാലോകമാണ് എൻ്റെ ജീവിതം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയ ചേച്ചി ഇന്ന് നമ്മുടെ മുന്നിൽ. അപ്പോൾ നമുക്ക് ദായമക്കൈയിലേക്ക് വരാം. ദായമക്കൈ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത, നമ്മളൊന്നും കാണാത്ത ഒരു ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയിലേക്കാണ് ചേച്ചി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരുപാട് സങ്കടം തോന്നുമെങ്കിൽ പോലും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ജന്മം എങ്ങനെയാണ് സംഭവിച്ചത്, അവരെങ്ങനെയാണ് ആ ഒരു, ഞാനിപ്പോൾ കഥ മൊത്തം പറയുന്നില്ല, നിങ്ങളെല്ലാവരും പോയി അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അത് കണ്ടാൽ മാത്രമേ നമുക്കതിൻ്റെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിൽ പതിക്കുകയുള്ളൂ. ഞാനത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ്, ഒരു ജന്മത്തെക്കുറിച്ചാണ്. അതായത് ഇന്നത്തെ കാലത്ത് സമൂഹത്തിലെ തെറ്റായ ആളുകളിൽ നിന്ന് ഉണ്ടാവുന്ന ചില അനുഭവങ്ങൾ കൊണ്ട് സാധാരണക്കാരനായി ജനിച്ചൊരു വ്യക്തി മറ്റൊരു ജീവിത തലത്തിലേക്ക് മാറുന്ന ഒരു നേർക്കാഴ്ചയാണ്, ഒരു സങ്കടം നിറഞ്ഞ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിൽ ഓരോരുത്തരും വളരെ ഭംഗിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെ അഭിനയം എന്ന് പറയുന്നത് അതും സാധാരണക്കാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളോ ഒന്നുമല്ല അതിലുള്ളത്. പക്ഷേ സാധാരണക്കാരായ ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും വളരെ പെർഫെക്ഷനോടുകൂടി വളരെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലാണ് അവർ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അസുഖമുള്ള സമയത്ത് പോലും, ഈ ഒരു ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമുക്കൊക്കെ ഒരു പനി വന്നാൽ പോലും നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു അവസ്ഥയിൽ പോലും തൻ്റെ രോഗത്തെ വെല്ലുവിളിച്ച് ഇതൊന്നും എനിക്ക് വിഷയമല്ല, എൻ്റെ കലയാണ് എൻ്റെ മൂല്യം, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് വെയിലത്തും മഴയത്തും ഒക്കെ പല സ്ഥലങ്ങളിലൂടെ ലൊക്കേഷനിലൂടെ സഞ്ചരിച്ച് സാധാരണക്കാരായ, പ്രിയേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയേച്ചി സെലിബ്രിറ്റികൾക്കല്ല സ്ഥാനം കൊടുക്കുന്നത്, അതിനപ്പുറം സാധാരണക്കാരായ വ്യക്തികളെ സെലിബ്രിറ്റികളാക്കാൻ ശ്രമിക്കുകയാണ് ചേച്ചി. സാധാരണക്കാരായ ഒരു കലാബോധവും കലാമൂല്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും, കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കിതൊന്ന് പ്രസൻറ്റ് ചെയ്യാനൊരു അവസരം കിട്ടാതെ നടക്കുന്ന ഒരുപാട് സാധാരണക്കാരായ കലാകാരന്മാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ആളുകളെ തിരിഞ്ഞു പിടിച്ചുകൊണ്ട്, സാധാരണക്കാരിൽ സാധാരണക്കാരായവരെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്കാണ് ചേച്ചി അവസരം കൊടുക്കുന്നത്. അത് വലിയൊരു വളരെ അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ അഭിനയിച്ചവരൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആളുകളാണെന്നാണ്. അപ്പോൾ നല്ല രീതിയിൽ അവരുടെ കലാബോധത്തെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു എഴുത്തുകാരി, സംവിധായിക ഒക്കെ ആയിട്ടുള്ള പ്രിയ ചേച്ചിക്ക് സാധിച്ചു. സാധാരണക്കാരൻ്റെ കഴിവിനെ കണ്ടെത്തി അവരെ ചേർത്ത് വെക്കുമ്പോഴാണല്ലേ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് മൂല്യമുള്ളവരായി മാറുന്നത്. അപ്പോൾ ചേച്ചി ഇവിടെ ചെയ്തതും അത് തന്നെയാണ്. അപ്പോൾ ഈ ദായമക്കൈ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായി ജനിച്ച് വളർന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ വലുതാവുമ്പോൾ അവനിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആളുകളെക്കൊക്കെ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ജീവിതത്തെക്കുറിച്ച് പലരും പുച്ഛത്തോടെ കാണുന്ന ആളുകളാണ് അത്തരം ആളുകൾ അല്ലേ. പക്ഷേ അത് പുച്ഛിക്കുകയല്ല വേണ്ടത്, അവരും ജീവനുള്ളവരാണ്, അവർക്കും ജീവിതമുണ്ട്, അവർക്കൊരു മനസ്സുണ്ട്, അവർക്കും ഒരു കുടുംബവും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മൾ ചേർത്ത് വെക്കുകയാണ് വേണ്ടതെന്നാണ് പ്രിയ ചേച്ചി ഇതിൽ നമ്മളെ മനസ്സിലാക്കി തരുന്നത്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ കളിയാക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂർച്ചയേറിയ അമ്പ് തന്നെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ഒരു മനുഷ്യർ തന്നെയാണ് അവരും എന്ന് നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ പ്രിയ ചേച്ചി തെളിയിച്ചു തരികയാണ്. അതിൻ്റെ ആ ഒരു സംവിധാനമായിക്കോട്ടെ, അതിൻ്റെ ആ ഒരു അഭിനയമായിക്കോട്ടെ, അതിലെടുത്തിട്ടുള്ള ഓരോ എഫേർട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഹൃദയസ്പർശിയായ, ഒത്തിരി സങ്കടം തോന്നുന്ന ആ എന്താ പറയുക, അതിലെ ആ നായകനായിട്ട് അഭിനയിച്ച അതിലെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ആ സങ്കടവും ഇതൊക്കെ നമ്മൾ ശരിക്കും കാണുമ്പോണ്ടല്ലോ നമ്മുടെ ഹൃദയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകിപ്പോകുന്നൊരവസ്ഥയാണ്. എനിക്കിത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല. നിങ്ങളെല്ലാവരും ഈ ഒരു ഷോർട്ട് ഫിലിം യൂട്യൂബിൽ കാണുക. വളരെ വ്യത്യസ്തമായ ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ് പ്രിയേച്ചി. പിന്നെ പ്രിയേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയേച്ചിയുടെ കുറച്ചൊക്കെ ഷോർട്ട് ഫിലിംസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് ആളുകളെ അപേക്ഷിച്ച് പ്രിയേച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെയാണ് ഇതിൽ അഭിനയിക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൂടെ അഭിനയിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിന് താല്പര്യം ഉണ്ടെങ്കിലും അഭിനയിക്കാൻ പറ്റാതെ കലയെ മനസ്സിൽ മാത്രം സൂക്ഷിച്ച് സ്വപ്നങ്ങൾ ഇങ്ങനെ മനസ്സിൽ മാത്രം സ്വപ്നം കണ്ട് നടക്കുന്ന കുറേ ആളുകൾക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ, കലാകാരനാകാൻ അല്ലെങ്കിൽ ഒരു നടൻ നടിയൊക്കെ ആക്കി മാറ്റാൻ പ്രിയേച്ചി എടുക്കുന്ന എഫേർട്ടിനെ ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടി അവരോട് എൻ്റെ അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ്. കാരണം അത് അത്രയും വിശാല മനസ്സതയുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ പോലും ചേച്ചി കല വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ല. കലാമൂല്യം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതാണ് എൻ്റെ മരുന്ന്, കലയാണ്, കലാബോധമാണ്, കലാമൂല്യമാണ് എൻ്റെ മരുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിലാണ് ചേച്ചി ഈ എഫേർട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വേറൊന്നെന്ന് വെച്ചാൽ ചേച്ചിയുടെ ഓരോ സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിലും സാധാരണക്കാരിൽ സാധാരണക്കാരായ ജീവിതത്തിലെ അവരിൽ ഉണ്ടാകുന്ന വ്യത്യസ്തരായ കുറേ ആളുകളുടെ ജീവിതാനുഭവങ്ങളാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു സിനിമ പോലെയോ സീരിയൽ പോലെയോ ഷോർട്ട് ഫിലിം പോലെയോ അല്ല. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് തലങ്ങളിലൂടെ ഉള്ള ആളുകളുണ്ട്. ആരും തിരിച്ചറിയപ്പെടാത്ത കുറേ ആളുകൾ, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന കുറേ ആളുകൾ, അങ്ങനെയുള്ള കുറേ ജീവിതങ്ങളെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചേച്ചി ചെയ്യുന്നത്. അതോടൊപ്പം അതൊരു സമൂഹ നന്മ കൂടിയാണ്. അത്തരം ആളുകളെ ചേച്ചി ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ സാധാരണക്കാരായ സമൂഹത്തിലുള്ള മനുഷ്യരോട് നിങ്ങളും അവരെ ചേർത്ത് വെക്കണം എന്നാണ് ഓരോ തൂലികയിലൂടെയും ഓരോ സിനിമയിലൂടെയും ചേച്ചി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ ഈ ഒരു ദായമക്കൈ കാണുക. ഒരിക്കലും നിങ്ങളത് കണ്ടിട്ട് ആർക്കും അത് മോശമാണെന്നുള്ള തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത്രയും ഹൃദയസ്പർശിയായ, ഹൃദയത്തോട് ചേർത്ത് നമുക്ക് വയ്ക്കാവുന്ന ഒരു ജീവിതത്തിൻ്റെ, ഒരു സാധാരണക്കാരായ ജീവിതത്തിൻ്റെ കഥയാണ്. അവരും മനുഷ്യരാണ്, അവരെയും നമ്മൾ ചേർത്ത് വയ്ക്കൂ എന്ന് നമ്മളോട് തന്നെ പറയുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടാൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇത് പോയി കാണുക. ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരം കഥകൾ, അതായത് തിരിച്ചറിയപ്പെടാതെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന കുറേ ജീവിത അനുഭവങ്ങളുള്ള ആളുകളുടെ ജീവിതം കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിക്കാൻ ചേച്ചി എടുത്ത എഫേർട്ടിന്, ചേച്ചി ഇങ്ങനൊരു നല്ലൊരു എഴുത്തുകളും ഇങ്ങനെയുള്ള സിനിമകളും ഒക്കെ നമ്മൾ പ്രേക്ഷകർക്ക് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് കലാമൂല്യങ്ങൾ, സൃഷ്ടികൾ ചേച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.